ജയ് ഭഗവാൻ. എല്ലാവർക്കും മിസ്റ്റിക് പാത്ത് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ധ്യാനം അല്ലെങ്കിൽ മെഡിറ്റേഷൻ ഇങ്ങനെ കേൾക്കുമ്പോൾ തന്നെ നിങ്ങളുടെയൊക്കെ മനസ്സിൽ കൂടെ പല ടൈപ്പ് മെഡിറ്റേഷൻ ടെക്നിക്കുകളുടെ പേരുകളായിരിക്കും കടന്നു പോയിട്ടുണ്ടാവുക. നമ്മളിപ്പോൾ മെഡിറ്റേഷനെ പറ്റിയിട്ട് അറിയാൻ വേണ്ടിയിട്ട് യൂട്യൂബിലോ മറ്റെവിടെയെങ്കിലും ഒക്കെ ഒന്ന് സെർച്ച് ചെയ്താൽ മതി, ഒരു 100 കണക്കിന് മെഡിറ്റേഷൻ ടെക്നിക്കുകളാണ് നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. ഒരു ബിഗിനറിനെ സംബന്ധിച്ചിടത്തോളം മെഡിറ്റേഷനെ പറ്റിയിട്ടൊന്നും അധികം ഗ്രാഹ്യമില്ലാത്ത ഒരാള്, പക്ഷെ മെഡിറ്റേഷനൊക്കെ ചെയ്ത് മുന്നോട്ട് പോകണം എന്ന് ആഗ്രഹിച്ചു വരുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ യൂട്യൂബിലോ മറ്റെവിടെയെങ്കിലും നോക്കുമ്പോൾ ഇതുപോലെ വരുന്ന 100 കണക്കിന് മെഡിറ്റേഷൻ ടെക്നിക്കുകളിൽ നിന്ന് ഏതാണ് സെലക്ട് ചെയ്യേണ്ടത്, ഏതാണ് തനിക്ക് സ്യൂട്ട് ആവുക എന്നൊക്കെയുള്ളൊരു ധാരാളം സംശയങ്ങൾ സ്വാഭാവികമായിട്ടും വരികയല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള ധാരാളം ധ്യാന രീതികളിൽ നിന്ന് നമ്മൾ ഏതാണ് ചെയ്യേണ്ടതെന്നുള്ളത്, റൈറ്റ് ആയിട്ടുള്ള ധ്യാന രീതി ഏതാണ് എന്നുള്ളത് നമ്മൾ ചൂസ് ചെയ്ത് മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഒരു ഗൈഡൻസ് ആവശ്യമാണ്. ഗൈഡൻസ് ഇല്ലാതെ നമ്മൾ അവിടെ നിന്ന് ഇവിടെ നിന്നും കണ്ട ധ്യാന രീതി ഫോളോ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ മെൻ്റൽ ഹെൽത്തിനെ, ചിലപ്പോൾ നമ്മുടെ ബ്രെയിൻ ഹെൽത്തിനെയൊക്കെ അത് ബാധിച്ചു എന്ന് വരാം. സോ റൈറ്റ് ആയിട്ടുള്ള ആ ഒരു വേ ചൂസ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏത് ധ്യാന രീതി ആയാലും എല്ലാത്തിൻ്റെയും അൾട്ടിമേറ്റ് എയിം എന്താണ്? അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് ആ ഒരു സെൽഫ് റിയലൈസേഷനിലേക്ക് എത്തിച്ചേരുക എന്നുള്ളത് തന്നെയാണ്. പക്ഷെ റൈറ്റ് ആയിട്ടുള്ള ഒരു വേ ചൂസ് ചെയ്യണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിന് വേണ്ടിയിട്ട് ആ ഒരു ഗൈഡൻസ് തരാൻ വേണ്ടിയിട്ട് നമുക്ക് തീർച്ചയായിട്ടും ഒരു സ്പിരിച്വൽ ഗുരു അത്യാവശ്യമാണ് അല്ലേ. പിന്നെ ഈ ഒരു കാലഘട്ടത്തിൽ മിക്കവർക്കും മെഡിറ്റേഷനെ പറ്റിയിട്ടൊക്കെ അത്യാവശ്യം നോളജ് ഉള്ള ആളുകളാണ്. പക്ഷെ എന്നിരുന്നാലും ഒരു ചെറിയ വിഭാഗം ആളുകൾക്ക് ഇതൊരു മതവുമായിട്ട് ബന്ധപ്പെട്ടതാണോ എന്നുള്ളൊരു ഡൗട്ട് ഉള്ളവരുണ്ട്. ശരിക്കും മെഡിറ്റേഷന് യാതൊരു മതവുമായിട്ടോ ജാതിയായിട്ടോ ഒന്നും ബന്ധമില്ല. നമ്മളെ തന്നെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് എന്ത് മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. സോ ഒരു സ്പിരിച്വൽ ഗുരുവിൻ്റെ ഹെൽപ്പോടുകൂടി നമ്മൾ റൈറ്റ് വേ ചൂസ് ചെയ്ത് നമ്മൾ ആ ഒരു ധ്യാനത്തിൻ്റെ രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ വരുന്ന തടസ്സങ്ങളെയൊക്കെ മാറ്റി നമുക്ക് മുന്നോട്ട് പോയി നമ്മുടെ ആ ഒരു അൾട്ടിമേറ്റ് എയിമിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. സോ ഒരു സ്പിരിച്വൽ ഗുരുവിൻ്റെ ഇമ്പോർട്ടൻസ് വരുന്നത് അവിടെയാണ്. ധ്യാനത്തെ പറ്റിയിട്ട് സ്വാമിജിയോട് ചോദിച്ചപ്പോൾ സ്വാമിജി പറഞ്ഞു തന്ന ഒരു മറുപടി ഇതാണ്: ധ്യാനം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഒരാളെയും പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റില്ല. അതിപ്പോൾ ഗുരുവിന് ശിഷ്യനെ ആയാലും പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒന്നല്ല ധ്യാനം എന്ന് പറയുന്നത്. അതിലേക്കുള്ള ഒരു വേ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് മാത്രമേ സാധിക്കുള്ളൂ. ധ്യാനം എന്ന് പറയുന്നത് വെറുതെ ഇരിക്കലാണ്. വെറുതെ ഇരിക്കുന്നതിനെയാണ് ശരിക്കും പറഞ്ഞാൽ ധ്യാനം എന്നാണ് സ്വാമിജി പറഞ്ഞു തന്നിട്ടുള്ളത്. അതുപോലെ ഇപ്പോൾ ഞാനിത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്വാമിജിയുടെ ധ്യാനത്തെ പറ്റിയിട്ട് പ്രതിപാദിക്കുന്ന ഒരു കോട്ടുണ്ട്. അപ്പോൾ അതെൻ്റെ മനസ്സിലേക്ക് വന്നത് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യാം. അതിതാണ്: ധ്യാന നിർഭരമായൊരു മനസ്സിന് മുന്നിൽ ക്രൂരനായ പുലിയുടെ നഖത്തിന് പോലും നിങ്ങളെ മുറിവേൽപ്പിക്കാൻ സാധിക്കില്ല. അപ്പോൾ ഈ ഒരു കോട്ടിൽ നിന്ന് തന്നെ ധ്യാനം ചെയ്യുന്നതിലൂടെ നമ്മൾ എത്രമാത്രം പവർഫുൾ ആവും എന്നുള്ളത് നമുക്ക് ഈ ഒരു കോട്ട് മാത്രം മതിയല്ലേ. അത് വേറെ ഫർദർ എക്സ്പ്ലനേഷൻ ആവശ്യമില്ല. സോ ധ്യാനം ഡെയിലി ഒരു 15 മിനിറ്റ് ധ്യാനം ചെയ്യുന്നതിലൂടെ ഒരു മനുഷ്യനുണ്ടാവുന്ന വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്ന് ധാരാളം പഠനങ്ങൾ തന്നെ സയൻറ്റിഫിക്കലി തന്നെ കണ്ടുപിടിച്ചിട്ടുണ്ട്. സോ നമ്മുടെ പേഴ്സണലി ഇപ്പോൾ നമുക്ക് നമ്മുടെ ആത്മീയ പുരോഗതി മാത്രമല്ല, നമ്മുടെ പേഴ്സണൽ ലൈഫിനെ ഹെൽപ്പ് ചെയ്യാനും പേഴ്സണൽ ലൈഫിൽ നമുക്ക് കുറച്ചും കൂടെ മെച്ചുവേർഡായിട്ട് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാനും ഒക്കെ ഈ ഒരു മെഡിറ്റേഷൻ തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യും. മെഡിറ്റേഷൻ്റെ പാത ഫോളോ ചെയ്ത് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഒരു സ്പിരിച്വൽ ഗുരുവിൻ്റെ ഗൈഡൻസോട് കൂടി തന്നെ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. ജയ് ഭഗവാൻ.